ഹലോ മക്കളെ, എല്ലാവർക്കും സൈലത്തിന്റെ മറ്റൊരു മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന നമ്മളുടെ മലയാളം ഫസ്റ്റ് ആണ് കേട്ടോ. മലയാളം ഫസ്റ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് കഥകൾ അതിമോഹൻ എന്ന് പറയുന്ന ഭയങ്കര രസമുള്ള ഒരു പാഠഭാഗമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എന്താണ് ഈ പാഠഭാഗം, എന്തുകൊണ്ടാണ് ഈ പാഠഭാഗം എഴുതിയത്, എന്തിനെ കുറിച്ചാണ് ഈ പാഠഭാഗത്തിൽ പഠിക്കുന്നത്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഉണ്ടാവും അല്ലെ. പലപ്പോഴും മലയാളം ഫസ്റ്റിലെ പല പാഠങ്ങളും നമ്മൾ ബുദ്ധിമുട്ടാണ് എന്ന് പറയാൻ കാരണം എന്താണെന്നറിയാമോ? നമ്മൾ ആ പാഠഭാഗം മാത്രം പഠിക്കും. മലയാളം ഫസ്റ്റിൽ അധിക പാഠഭാഗം എങ്ങനെയായിരിക്കും? കുറച്ച് ഡെപ്തുള്ള പുരാണ കഥകളൊക്കെ ആയിട്ട് ബന്ധപ്പെടുന്ന പാഠഭാഗങ്ങളായിരിക്കും. അപ്പൊ നമുക്ക് വിഷമാവുന്നത് അതിന്റെ ബാക്ക് സ്റ്റോറി ഒന്നും നമുക്കറിയില്ല. എവിടെ നിന്ന് എടുത്തു, ആരെഴുതി, എന്താണ് കഥ, ഇതൊന്നും നമുക്ക് അറിയണ്ടാവില്ല. നമ്മൾ നേരെ എന്ത് ചെയ്യും? പാഠഭാഗം മാത്രം അങ്ങോട്ട് വായിച്ചു തുടങ്ങും. അതുകൊണ്ടാണ് അത് ബുദ്ധിമുട്ട് വരുന്നത്. അല്ലാണ്ട് പാഠഭാഗത്തിന് ഒരു പ്രശ്നവുമില്ല. സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ നമുക്ക് തന്നെ ഷടപടയിൽ നമുക്ക് എഴുതാൻ പറ്റും. എപ്പോൾ എഴുതാൻ പറ്റും? കൃത്യമായിട്ട് പാഠഭാഗം നമുക്ക് മനസ്സിലായാൽ. അപ്പൊ ഇതാ നമ്മൾ മനസ്സിലാക്കി തുടങ്ങാൻ പോവാണ്. കഥകൾ അതിമോഹൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണടാ, എന്തിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്? ഇത് മഹാഭാരതത്തിലെ അല്ലെ ഒരു ഭാഗമാണ്. എന്താ ഇപ്പൊ മഹാഭാരതം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? മഹാഭാരതം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 18 പർവ്വങ്ങളിലായിട്ടാണ്. പർവ്വം അധ്യായമാണ് അല്ലെ. അപ്പൊ 18 പർവ്വങ്ങളിലായിട്ടാണ് വ്യാസൻ അല്ലെ, വ്യാസനാണല്ലോ മഹാഭാരതം എഴുതിയിട്ടുള്ളത്. ഇതൊരു ഇതിഹാസ കാവ്യാണ്. എന്താ ഇപ്പൊ ഇതിഹാസം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല്, അതായത് ലോക സാഹിത്യത്തിൽ തന്നെ 4 എപ്പിക്കുകളാണുള്ളത്, ഇതിഹാസങ്ങളാണുള്ളത്. അതിൽ 2 ഉമ്പള രാജ്യത്താണ് മഹാഭാരതവും രാമായണവും. അപ്പൊ മഹാഭാരത രാമായണം എന്നൊക്കെ പറയുമ്പോൾ അതിന് ഒരുപാട് എന്താ പറയാ, വിശാലമായിട്ട് നമ്മൾ പഠിക്കേണ്ടതുണ്ട് അല്ലെ, പറയേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ വിദ്യാർത്ഥികൾ എന്നുള്ള രീതിയിൽ അതിന് മറ്റു വശങ്ങളെ കുറിച്ചൊന്നും നമ്മൾ ആലോചിക്കേണ്ട കാര്യമില്ല. നമ്മൾ അതിനെ എങ്ങനെ കാണുക? സാഹിത്യകൃതിയായിട്ട് കാണുക. ഓക്കെ. അപ്പൊ വ്യാസൻ രചിച്ചിട്ടുള്ള ഈ മഹാഭാരതത്തെ എന്ത് ചെയ്യാണ്? നമ്മുടെ രാമാനുജൻ എഴുത്തച്ഛൻ, തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ ആരാ? നമ്മുടെ മലയാള ഭാഷയുടെ പിതാവാണ് അല്ലെ. അപ്പൊ മഹാഭാരത കഥയെ എന്ത് ചെയ്യാണ്? നമ്മുടെ കിളി പാടുന്ന രീതിയിൽ ഒരു കിളിപ്പാട്ടിലൂടെ അവതരിപ്പിച്ചതാണ് ഇത് ശ്രീ മഹാഭാരതം കിളിപ്പാട്ട് എന്ന് പറയുന്നത്. അത് ആരാണ് എഴുതിയത്? ഒറിജിനൽ കൃതി സംസ്കൃതത്തിൽ എഴുതപ്പെട്ടത് ആരാണ് എഴുതിയത്? വ്യാസൻ എഴുതിയതാണ്. ഇതിനെ മലയാളത്തിലേക്ക് എന്ത് ചെയ്തു? നമ്മുടെ എഴുത്തച്ഛൻ എന്ത് ചെയ്യാണ്? മാറ്റി എഴുതിയതാണ്. അതാണ് ശ്രീ മഹാഭാരതം കിളിപ്പാട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഈ കിളിപ്പാട്ടിലുള്ള ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത് അല്ലെ. അപ്പൊ എന്താണ് മഹാഭാരത യുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? മഹാഭാരതത്തിൽ പറയുന്നത് എന്താണ്? 2 ഫാമിലി തമ്മിലുള്ള, ഒരു ഫാമിലിയിലുള്ള ഏട്ടാനിയന്മാര് നടക്കുന്ന യുദ്ധമാണ് അല്ലെ. നമ്മളൊക്കെ വീട്ടിൽ ബിസ്ക്കറ്റിനും കിൻഡർ ജോയ്ക്കൊക്കെ വേണ്ടിയിട്ട് യുദ്ധം നടക്കും. കുറച്ചുകൂടി വലുതായി കഴിയുമ്പോൾ സ്വത്തിനപ്പറമ്പ് എനിക്ക്, ഈ വീട് എനിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? സ്വത്തുക്കൾ നടക്കും. അച്ഛൻ നിനക്ക്, അമ്മ നിനക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അടിയും വഴക്കൊക്കെ നമ്മൾ സാധാരണ കുടുംബങ്ങളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? കണ്ടുവരാറുള്ള കാര്യമാണ്. വിവേകമില്ലാത്ത മുഴുവൻ നമ്മൾ എന്ത് ചെയ്യുന്നു? കണ്ടുവരുന്ന ഒരു സാധനമാണ്. അപ്പൊ അതുപോലെ പണ്ട് നമ്മളെ മഹാഭാരത യുദ്ധവും സംഭവിക്കുന്ന എന്തിന്റെ പേരിലാണ്? രാജ്യത്തിന് വേണ്ടി നടക്കുന്ന യുദ്ധമാണ്. ഇനി ആരാ അത് യുദ്ധം ചെയ്തതെന്നല്ലേ, ആരാണ് യുദ്ധത്തിന് ഇറങ്ങി തിരിച്ചെന്നല്ലേ, അതൊക്കെ നമുക്ക് നോക്കാം. അപ്പൊ മഹാഭാരത യുദ്ധം, ഈ വലിയ ഭീകരമായ യുദ്ധം നടക്കുന്നത്, വാട്ട് എ ബ്യൂട്ടിഫുൾ യുദ്ധം എന്ന് പറഞ്ഞിട്ട് ആ യുദ്ധത്തിന്റെ അടിപൊളിവൽക്കരണത്തിനല്ല, അല്ലെങ്കിൽ ആ യുദ്ധത്തിന്റെ ഭയങ്കര അടിപൊളിയാണ് യുദ്ധം എന്ന് കാണിക്കാൻ വേണ്ടി, അടിപൊളിവൽക്കരണം എന്ന് പറഞ്ഞ വാക്കൊന്നും ഇല്ല കേട്ടോ, ചെറിയൊരു പഞ്ചിന് പറഞ്ഞാണ്. അപ്പൊ ഈ യുദ്ധത്തെ അങ്ങനെ മനോഹരമായിട്ട് എന്ത് ചെയ്യാണ്? വർണ്ണിക്കാൻ വേണ്ടിയിട്ടല്ല മഹാഭാരത കഥ എഴുതിയിട്ടുള്ളത്. എന്തിനു വേണ്ടിയിട്ടാണ് എഴുതിയിട്ടുള്ളത്? ഏത് കാലത്തും ഏത് രാജാവും ആര് യുദ്ധം ചെയ്തു കഴിഞ്ഞാലോ യുദ്ധത്തിന്റെ അവസാനം എന്ന് പറയുന്നത്, അതിന്റെ പരിണാമം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഏതു മനുഷ്യനെയും ദുരിതത്തിൽ, നാശത്തിലാണ് കൊണ്ടെത്തിക്കുക എന്ന് പറയുന്ന ഒരു ആശയമാണ് എന്ത് ചെയ്യുന്നത്? ഈ മഹാഭാരത യുദ്ധവും നമുക്ക് നൽകുന്ന ആശയം എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ യുദ്ധം മാനവരാശിക്ക് വരുത്തി വെക്കുന്ന മഹാവിപത്തിനെ കുറിച്ചുള്ള താക്കീതാണ് ഭാരത ഇതിഹാസത്തിൽ എന്ത് ചെയ്യുന്നത്? ആവിഷ്കരിച്ചിരിക്കുന്നത്. ഓക്കെ. അപ്പൊ മഹാഭാരതത്തിൽ കാണുന്നത്, ആര് യുദ്ധം ചെയ്തു കഴിഞ്ഞാലും ഈ യുദ്ധം മനുഷ്യന് ബാക്കി വെക്കുന്ന എന്താണ്? നാശമായിരിക്കും എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടാണ്. അപ്പോൾ ഇതിഹാസ കാവ്യമാണ് എന്തെന്ന് പറയുന്നത്? മഹാഭാരതം. അപ്പോൾ സഹോദരന്മാരുടെ മക്കൾ തമ്മിൽ നടക്കുന്ന, രാജ്യത്തിന്റെ അധികാരത്തിന് വേണ്ടി നടത്തിയിട്ടുള്ള ഭീകരമായ യുദ്ധമാണ്. അപ്പൊ ഈ യുദ്ധം മാനവരാശിക്ക് അല്ലെ, ഇത്തരത്തിലുള്ള യുദ്ധം മനുഷ്യർക്ക് എത്ര ഭീകരമായ തരത്തിലുള്ള വിപത്താണ്, മഹാവിപത്താണ് ബാക്കിയാക്കുന്നത് എന്ന് പറയുന്ന താക്കീതാണ് ഈ യുദ്ധം നമുക്ക് നൽകുന്നത്. ഓക്കെ. അപ്പൊ നമുക്ക് നോക്കാം അല്ലെ. അപ്പൊ ഈ വ്യാസൻ എഴുതിയ മഹാഭാരതത്തെ നമ്മുടെ എഴുത്തച്ഛനാണ് എന്ത് ചെയ്തത്?
18 പർവ്വങ്ങളിലായിട്ടുള്ള മഹാഭാരത കഥയിലെ 6ാമത്തെ പർവ്വമാണ് ഏത്? ദ്രോണപർവം എന്ന് പറയുന്നത്, അല്ലെ? സോറി, ഭീഷ്മ പർവം എന്ന് പറയുന്നത് എത്രാമത്തെയാണ്? 6ാമത്തെ പർവ്വമാണ്. ഓക്കെ, അപ്പൊ കൗരവരും പാണ്ഡവരും തമ്മിലാണ് യുദ്ധം നടക്കുന്നത്, അല്ലെ? നിങ്ങൾ കണ്ടിട്ടില്ലേ ആരൊക്കെ തമ്മിലാണ് മഹാഭാരത യുദ്ധം നടക്കുന്നത്? ഒരു ഫാമിലി സ്റ്റോറിയാണെന്ന് പറഞ്ഞു. അപ്പൊ കൗരവരും പാണ്ഡവരും തമ്മിലാണ് എന്ത് ചെയ്യുന്നത്? യുദ്ധം നടക്കുന്നത്. ആരാ കൗരവരും പാണ്ഡവരും എന്ന് ചിലപ്പോൾ ചില ആളുകൾക്ക് അറിയാവുകയുണ്ടാവും. അപ്പൊ എല്ലാവരും പഠിച്ചിട്ടൊന്നും അല്ലല്ലോ വരുന്നത്. ചിലർക്ക് കാർട്ടൂൺ കണ്ട്, ചിലർക്ക് കഥകൾ വായിച്ച് ഒക്കെ ചിലർക്ക് അറിയായിരിക്കും, ചിലർക്ക് പരിചയം ഉണ്ടാവില്ല. അപ്പൊ ആ ചിലർക്ക് വേണ്ടിയിട്ടാണ് ടീച്ചർ പറഞ്ഞിരുന്നത്. സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് പറയാം കേട്ടോ. അങ്ങനെ ഭീകരമായിട്ട് കഥയൊന്നും അല്ലെ ടീച്ചർ അങ്ങനെ പറയല്ല, സിമ്പിളായിട്ട് പറഞ്ഞുതരാണ്. അപ്പൊ മഹാഭാരത യുദ്ധം എന്ന് പറയുന്നത് ഒരു ഫാമിലി യുദ്ധമാണ്, അല്ലെ? അടിപിടിയുമാണ്. പിന്നീട് രാജ്യങ്ങൾ ഏറ്റെടുക്കുന്നൊക്കെ നിങ്ങൾക്ക് അറിയാലോ. യുദ്ധമൊക്കെ തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് അറിയാലോ. അപ്പോൾ ഈ ഫാമിലി യുദ്ധം നടക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? രാജ്യത്തിന്റെ അധികാരത്തിന് വേണ്ടിയിട്ടാണ്. ധൃതരാഷ്ട്രം എന്ന് പറഞ്ഞ ഒരാളെ നിങ്ങൾ കണ്ടിട്ടില്ലേ? കണ്ണൊന്നും കാണാതെ ഇങ്ങനെ വെട്ടി നടക്കുന്ന ഒരാളെ കണ്ടിട്ടില്ലേ? അപ്പൊ കണ്ണ് കാണാതാണ് ജന്മന. അപ്പൊ ഈ ധൃതരാഷ്ട്രയുടെ അനിയനാണ് ആര്? പാണ്ഡു. ഇവര് ഏട്ടനും അനിയനാണ്. ധൃതരാഷ്ട്രാണ് രാജാവ്. ഈ രാജാവിന്റെ അനിയനാണ് പാണ്ഡു. പാണ്ഡുവിന്റെ മക്കളാണ് പഞ്ചപാണ്ഡവർ. ആരൊക്കെയാണ്? യുധിഷ്ഠിരൻ, അർജുനൻ, ഭീമൻ, നകുലൻ, സഹദേവൻ. ഈ 5 പേര് പാണ്ഡവരുടെ മക്കളാണ്. ധൃതരാഷ്ട്ര മക്കളാണ് കൗരവർ. കൗരവർ വെച്ചാൽ 101 പേരാണ്. ദുശ്ശള എന്ന് പറയുന്ന ഒരു സഹോദരി ഉൾപ്പെടെ 101 മക്കളാണ്. അതിൽ ദുര്യോധനാണ് ആര്? രാജാവ്. ഓക്കെ, ദുര്യോധനാണ് ആ സമയത്ത് പ്രസന്റ്ലി യുദ്ധം നടക്കുന്ന സമയത്ത് രാജാവ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ഇവരുടെ ഫാമിലി. അപ്പം ഈ രാജാവിനോട് പാണ്ഡു ചോദിക്കുകയാണ്, പാണ്ഡുവിന്റെ മക്കൾ ചോദിക്കുകയാണ്, ഞങ്ങളുടെ അച്ഛനും നിങ്ങൾ അനിയനാണല്ലോ, അപ്പൊ കുറച്ച് സ്ഥലമെങ്കിലും അല്ലെ, കുറച്ച് രാജ്യമെങ്കിലും ഞങ്ങൾക്ക് തരൂ അല്ലെ എന്ന് പറയാണ്. അപ്പൊ അവരൊരു നോ ഞങ്ങൾക്കൊന്നും തരൂല, 5 ഗ്രാമങ്ങളെങ്കിലും ഞങ്ങൾക്ക് തരൂ. അങ്ങനെ ഒന്നും തരില്ല, ഒരു സൂചി കുത്താൻ സ്ഥലം പോലും തരില്ല എന്ന് പറയാണ് ആര്? കൗരവർ. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? യുദ്ധം ചെയ്യുന്നത്, യുദ്ധം ഇതാക്കുന്നത്. പിന്നെ ഇവരെ കൂടെ പല രാജ്യങ്ങളും ചേരുന്നു, അല്ലെ? യാദവര് ചേരുന്നു. അങ്ങനെ പല പല രാജ്യക്കാരെന്ത് ചെയ്യാണ്? ഇവരെ കൂടെ ചേരാണ്. എന്നാലും യുദ്ധത്തിൽ ഏറ്റവും ഭീമന്മാരായിരുന്നു, ഏറ്റവും കൂടുതൽ അക്ഷൗഹിണി പടയുള്ള ആളുകള്, അതേപോലെ ഏറ്റവും കൂടുതൽ വലിയ വലിയ മഹാരഥന്മാര്, ഇപ്പോൾ ദ്രോണരെ പോലെ, ഭീഷ്മരെ പോലെ, കർണനെ പോലെയുള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്ന ആർക്കാണ്? നമ്മുടെ കൗരവർക്കാണ്. എന്നിട്ടും എന്ത് ചെയ്യണോ? കൗരവരാണ് യുദ്ധത്തിൽ തോറ്റുപോകുന്നത്. അപ്പൊ അതെങ്ങനെ തോക്കുന്നത്? പലതരത്തിലുള്ള അധർമ്മങ്ങളിലൂടെയും വേണ്ടാധീനങ്ങളിലൂടെ ഒക്കെയാണ് പാണ്ഡവർ എന്ത് ചെയ്യുന്നത്? യുദ്ധത്തിൽ ജയിക്കുന്നത്. കൃഷ്ണൻ ആരുടെ പക്ഷത്തായിരുന്നു? പാണ്ഡവരുടെ പക്ഷത്തായിരുന്നു കേട്ടോ. അപ്പൊ ഇതാണ് ഒരു ബേസിക് സാധനം, ഒരു യുദ്ധത്തിന്റെ ഒരു ബേസിക് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ 18 ദിവസം അല്ലെ, 18 പർവ്വങ്ങളിലായിട്ടാണ് ഈ മഹാഭാരത കഥ പോകുന്നത് കേട്ടോ. അതിൽ 6ാമത്തെ പർവ്വമാണ് ഇത്, നമ്മുടെ ഭീഷ്മ പർവ്വം എന്ന് പറയുന്നത്. കൗരവസേനയുടെ സൈന്യാധിപനായിരുന്നു, ആദ്യത്തെ സൈന്യാധിപനായിരുന്നു ആര്? ഭീഷ്മർ കേട്ടോ. ആദ്യത്തെ സൈന്യാധിപനായിരുന്നു ആര്? ഭീഷ്മർ. ഓക്കെ, ആദ്യത്തെ കേട്ടോ. അപ്പൊ മൂപ്പരെന്ത് ചെയ്യാണ്? മൂപ്പരെ പാണ്ഡവര് ശിഖണ്ഡിയെ മുൻനിർത്തി എന്ത് ചെയ്യണം? അതും ഒരുപാട് ഉപകഥകളൊക്കെ അതിന്റെ പുറകിലുണ്ട്. മക്കൾ ഇത്രയും മനസ്സിലാക്കുക. ആദ്യത്തെ സൈന്യാധിപര് ഭീഷ്മരായിരുന്നു. ഭീഷ്മരെ ഒരു എന്താണ്, നമ്മുടെ ഒരു ശിഖണ്ഡിയെ മുൻനിർത്തിക്കൊണ്ട് പാണ്ഡവർ എന്ത് ചെയ്യാണ്? വീഴ്ത്തുകയാണ് കേട്ടോ. ശരശയ്യയിലാക്കുകയാണ്. ശരശയ്യ എന്നുള്ള വാക്കൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? നമുക്ക് മലയാള സെക്കൻഡിൽ നമ്മുടെ പക്ഷിക്കുഞ്ഞിന്റെ മരണത്തിൽ പഠിക്കാനുണ്ട്. ശരശയ്യ ഭീഷ്മരെ കുറിച്ചൊക്കെ പഠിക്കുന്നില്ലേ? യെസ്, അപ്പൊ തന്നെയാണ് സംഭവം. അപ്പൊ ശരശയ്യയിലായി കിടക്കുകയാണ് ആര്? യുദ്ധത്തിന്റെ അല്ലെ 11ാമത്തെ ദിവസം അല്ലെ, നമ്മുടെ ഭീഷ്മര്. അപ്പൊ ആര് സങ്കടത്തിലായി പോയി? നമ്മുടെ ദുര്യോധൻ രാജാവ്. അടുത്ത ആളെ ഇറക്കണ്ടേ, ഭീഷ്മര് വീണല്ലോ എന്ന് പറഞ്ഞിട്ട് ദുഃഖിച്ചിരിക്കുകയായിരുന്നു ആര്? നമ്മളുടെ ദുര്യോധന രാജാവ്. അപ്പോഴാണ് നമ്മളുടെ കർണൻ അല്ലെ, കർണൻ ആരെടുത്ത് എത്തുന്നത്? നമ്മളുടെ ദുര്യോധന്റെ അടുത്ത് എത്തുന്നത് അല്ലെ. അപ്പൊ കൗരവപക്ഷത്തെ നയിക്കാൻ വേണ്ടി, ഇനി മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഏറ്റവും കരുത്തുള്ള ആളാണ് ആര്? നമ്മളുടെ കർണൻ എന്ന് ആർക്കറിയാം? നമ്മളുടെ ദുര്യോധന അറിയാം. ഇനി അത് വേറൊരു ട്വിസ്റ്റ് ഉള്ളത്, ഈ കർണൻ ആക്ച്വലി ആരാന്നറിയാമോ നിങ്ങൾക്ക്? കർണൻ എന്ന് പറയുന്നത് നമ്മുടെ പാണ്ഡവരുണ്ടല്ലോ, പാണ്ഡവരുടെ അമ്മയ്ക്ക് പാണ്ഡവരെക്കാൾ മുൻപ്, വിവാഹത്തിന് മുൻപ് ഉണ്ടാവുന്ന കുട്ടിയാണ്, സൂര്യഭഗവാനിൽ ഉണ്ടാവുന്ന കുട്ടിയാണ് ആര്? കവചകുണ്ഡലങ്ങളോടുകൂടെ ജനിക്കുന്നവനാണ് ആര്? കർണൻ അല്ലെ, പാണ്ഡവരുടെ സഹോദരനാണ്. പക്ഷെ അമ്മ എന്ത് ചെയ്യാണ്? വിവാഹത്തിന് മുൻപ് അല്ലെ ഉണ്ടാവുന്ന കുട്ടിയായതുകൊണ്ട് തന്നെ നാണക്കേട് ഭയന്നിട്ട് സൂര്യഭഗവാനെ, നമ്മുടെ ദുർവാസ മുനി എന്ത് ചെയ്യാണ്? ദുർവാസാവല്ല, നമുക്കൊരു എന്ത് ചെയ്യുന്നു? മന്ത്രം ലഭിക്കുകയാണ് നമ്മളെ കുന്തിദേവിക്ക്. അപ്പോൾ കുന്തിദേവി എന്ത് ചെയ്യുന്നു? ഭയത്തോടുകൂടെ അല്ലെ, ഈ മന്ത്രം ഇനി ഉള്ളത് തന്നെയാണോ എന്നറിയാൻ വേണ്ടി എന്ത് ചെയ്യാണ്? എന്നാ പിന്നെ സൂര്യദേവനെ വിളിച്ച് പ്രാർത്ഥിച്ചാളെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഈ മന്ത്രത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെ വിളിച്ചാണോ പ്രാർത്ഥിക്കുന്നത്, അപ്പൊ അവരിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നല്ലാണ്. അപ്പോൾ സൂര്യഭഗവാൻ പ്രത്യക്ഷപ്പെടുന്നു. അങ്ങനെ ഉണ്ടായ കുട്ടിയാണ് ആര്?
നമ്മുടെ കർണൻ. അപ്പൊ അവനെ ജനിച്ചപ്പോൾ തന്നെ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഒരു പേടകത്തിലാക്കിയിട്ട് എന്ത് ചെയ്യാണ്, ഒഴുക്കുകയാണ്, പുഴയിലൂടെ ഒഴുക്കുകയാണ്. അങ്ങനെ ഈ കുട്ടീനെ അല്ലേ കിട്ടുകയും സൂതന്മാർക്ക് കിട്ടുകയും അവർ വളർത്തുക, അങ്ങനെ കുറെ കഥകളുണ്ട്. അപ്പൊ അങ്ങനെ സൂതപുത്രനായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആര് വളരുന്നത്, കർണൻ വളരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള അവഹേളനങ്ങള്, പലതരത്തിലുള്ള മാറ്റി നിർത്തലുകളൊക്കെ അനുഭവിച്ചാണ് പാവം കർണൻ വളരുന്നത് കേട്ടോ. അപ്പൊ അവിടെയൊക്കെ കർണന് സഹായമായിട്ടുണ്ടായിരുന്ന ആളായിരുന്നു ആര്, ദുര്യോധനൻ. ഓക്കെ, അപ്പൊ അങ്ങനെ ദുര്യോധനന്റെ വലം കൈയായിട്ട് അത്രയും തന്നെ സങ്കടഘട്ടങ്ങളിലൊക്കെ രക്ഷിച്ചിട്ടുള്ള ദുര്യോധനന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിട്ട് കൂടെയുള്ള നിഴല് പോലെയുള്ള മഹാരഥന്മാരില് ശക്തനായ ശരിക്കൊരു നായകനാണ്, ഒരു 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 അടിപൊളി ആളാണ്, ഹീറോ ആണ് ആക്ച്വലി ആര്. എനിക്ക് മഹാഭാരതത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള കഥാപാത്രം കർണന്റെയാണ് കേട്ടോ. ഒരുപാട് കഥകൾ അതിൻ്റെ ഉള്ളിലുണ്ട്, സിമ്പിളായിട്ട് മക്കൾക്ക് മനസ്സിലാവാനാണ്. അപ്പൊ കർണൻ, ഓക്കെ, അപ്പൊ കർണനാണ് എന്ത് ചെയ്യുന്നത്, ആ കർണനെ ആക്കാം അടുത്ത സൈന്യാധിപൻ എന്നുള്ള ആഗ്രഹത്തിലാണ് ആരിയ്ക്കണേ, നമ്മുടെ ദുര്യോധനൻ ഇരിക്കുന്നത് കേട്ടോ. അപ്പൊ കർണനെ സേനാനായകത്വം ഏറ്റെടുക്കണം എന്നായിരുന്നു ദുര്യോധനന്റെ ആവശ്യം. അത് കർണൻ പക്ഷെ എന്ത് ചെയ്യുന്നു, വിനയപൂർവ്വം നിരസിക്കുകയാണ് കേട്ടോ. അപ്പോ എന്താണ് കർണൻ പറയുന്നത്, സർവ്വഗുരുവും സർവശക്തനും ഇപ്പോൾ പാണ്ഡവരുടെയും കൗരവരുടെയും ഒക്കെ ഗുരുനാഥനായിട്ടുള്ള ദ്രോണാചാര്യർ ഇവിടെ ഉണ്ട് അല്ലെ. അപ്പൊ അദ്ദേഹം ഉള്ള സമയത്ത് ഞാൻ എങ്ങനെയാണ് സൈന്യാധിപനാവുക? അപ്പോ സ്നേഹത്തോടു കൂടെ അദ്ദേഹം പറയാണ്, എന്താ പറയുന്നത്, അദ്ദേഹത്തെ അല്ലെ ദ്രോണാചാര്യരെ എന്ത് ചെയ്യണം, അടുത്ത സൈന്യാധിപനാക്കണം എന്നായിരുന്നു കർണന്റെ നിർദ്ദേശം കേട്ടോ. തുടർന്ന് ദ്രോണാചാര്യരെ സൈനാധിപതിയായി അഭിഷേകം ചെയ്യാണ്. അങ്ങനെ 11 മുതൽ 15 വരെയുള്ള 5 ദിവസം ദ്രോണാചാര്യരാണ് എന്ത് ചെയ്യുന്നത്, കൗരവസേനയെ നയിക്കുന്നത് കേട്ടോ. ഈ ദ്രോണാചാര്യരെയും പിന്നീട് കള്ളം പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ്, യുദ്ധത്തില് തോൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. എങ്ങനെയാ തോൽപ്പിക്കുന്നതെന്ന് അറിയാമോ? ദ്രോണാചാര്യരുടെ മകനാണ് ദ്രൗണി എന്ന് പറയുന്നത്, അശ്വത്ഥാമാവ് എന്ന് പറയും അല്ലെ. അപ്പൊ ദ്രോണാചാര്യർ ഇങ്ങനെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരു രക്ഷയില്ല ദ്രോണാചാര്യ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട്. കൗരവരെയും പാണ്ഡവരെയും പഠിപ്പിച്ചിട്ടുള്ള ഗുരുനാഥനാണ് അല്ലെ. അപ്പൊ അങ്ങനെ കള്ളം പറഞ്ഞിട്ട് കൊല്ലുകയാണ്. എങ്ങനെയാണ്, മകൻ മരിച്ചുപോയി എന്ന് പറയുന്ന കള്ളം പറഞ്ഞിട്ട് ആ സമയത്ത് ആയുധം വെക്കുന്ന സമയത്താണ് ദ്രോണാചാര്യരെ കൊല്ലുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ അങ്ങനെ ഇങ്ങനെ അല്ലെ കൗരവസേനയ്ക്ക് ശക്തമായ നേതൃത്വം നൽകുകയാണ്. അങ്ങനെ മഹാഭാരത കാവ്യത്തെ 21 പർവ്വങ്ങളിലായിട്ടാണ് എഴുത്തച്ഛൻ എന്ത് ചെയ്തിട്ടുള്ളത്, ശ്രീ മഹാഭാരതം കിളിപ്പാട്ടിൽ അവതരിപ്പിക്കുന്നത്. വ്യാസനാണ് രചിച്ചത്. അതിനെ എന്ത് ചെയ്യുന്നു, കിളിപ്പാട്ട് രൂപത്തിൽ അവതരിപ്പിക്കുകയാണ് ആര് ചെയ്തിട്ടുള്ളത്, എഴുത്തച്ഛൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ മഹാഭാരതത്തിലെ 9ാമത്തെ പർവ്വമായിട്ടുള്ള ദ്രോണ പർവ്വത്തിലെ വരികളാണ് നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗം എന്ന് പറയുന്നത്. അതിന്റെ കഥ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. പാണ്ഡവരും കൗരവരും തമ്മിലുള്ള യുദ്ധമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതിന്റെ പശ്ചാത്തലം മനസ്സിലായല്ലോ അല്ലെ. അപ്പൊ 6ാമത്തേത് ഏത് പർവ്വമാണ്, ഭീഷ്മ പർവ്വമാണ്. കൗരവ സേനയുടെ സർവ്വസൈന്യാധിപനായിട്ടുള്ള ഭീഷ്മരായിരുന്നു ആദ്യത്തെ അല്ലെ സൈന്യാധിപൻ എന്ന് പറയുന്നത്. അങ്ങനെ അദ്ദേഹം വീണു പോവുകയാണ്, ശരശയ്യയിലാവുകയാണ്. അപ്പൊ നമ്മുടെ ദുര്യോധന ആകെ ദുഃഖത്തിലാവുന്നു. ഇനി ആരെയാണ് അല്ലെ സൈന്യാധിപനാക്കുക എന്നുള്ള ദുഃഖത്തിലാവുന്നു. അങ്ങനെയാണ് കർണനെ കാണുന്നത്. അപ്പൊ കർണനോട് പറയാണ് അല്ലെ, ഈ എന്ത് ചെയ്യണം, സേനാനായകത്വം ഏറ്റെടുക്കണം കർണ എന്ന് പറയണം. അപ്പൊ കർണൻ പറയാണെന്ത്, നിരസിക്കുകയാണ്, വിനയപൂർവ്വം കർണൻ നിരസിക്കുകയാണ് അല്ലെ. സർവ്വഗുരുവും സർവശക്തനുമായിട്ടുള്ള ദ്രോണാചാര്യരുണ്ട് നമ്മളെ കൂടെ. അപ്പൊ എങ്ങനെയാണ് ഞാൻ അതാവുക, അപ്പൊ മൂപ്പരെ അത് ഏൽപ്പിക്കണം എന്ന് പറയാണ് കേട്ടോ. അപ്പൊ അങ്ങനെ തുടർന്ന് ദ്രോണാചാര്യരെ സേനാധിപതിയായിട്ട് എന്ത് ചെയ്യുന്നു, അഭിഷേകം ചെയ്യുകയാണ് ആര്, നമ്മളുടെ ദുര്യോധനൻ. ഓക്കെ, അങ്ങനെ 11 മുതൽ 15 വരെയുള്ള 5 ദിവസം ദ്രോണാചാര്യരാണ് എന്ത് ചെയ്യുന്നത്, കൗരവസേനയ്ക്ക് ശക്തമായിട്ടുള്ള നേതൃത്വം നൽകി എന്ത് ചെയ്യുന്നത്, കൗരവസേന എന്ത് ചെയ്യുന്നത്, മുന്നോട്ട് കൊണ്ടുപോകുന്നത് അല്ലെ. അപ്പൊ ഇങ്ങനെ 21 പർവ്വങ്ങളിലായിട്ടാണ് എഴുത്തച്ഛൻ ശ്രീ മഹാഭാരതം കിളിപ്പാട്ട് അവതരിപ്പിക്കുന്നത്. അപ്പൊ കിളിപ്പാട്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ നിങ്ങൾക്ക്? കിളിപ്പാട്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ, ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടോ? അപ്പൊ കിളിപ്പാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിളിയെ കൊണ്ട് പാട്ട് പാടിപ്പിക്കുന്ന രീതിയാണ് കേട്ടോ. കിളിയെ കൊണ്ട് പാട്ട് പാടിപ്പിക്കുന്ന രീതിയാണ്. അപ്പോൾ നമ്മൾ എന്താണ്, നമ്മളുടെ കിളി അല്ലെ, ഒരു പക്ഷി, പഞ്ചവർണ്ണ പൈങ്കിളി പെൺകിടാവ് എന്നൊക്കെ നിങ്ങൾ കേട്ടില്ലേ. അപ്പൊ ഈ ഒരു തത്തയാണ് നമ്മുടെ തുഞ്ചത്തെ രാമാനുജൻ എഴുത്തച്ഛന്റെ സ്മാരകമൊക്കെ നിലനിൽക്കുന്ന അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ശാരികപ്പൈത്യന്റെ തത്തയുടെ വലിയ കുത്തിവെച്ച ശില്പമൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഒരു തത്തയെ കൊണ്ട് പാട്ട് പാടിപ്പിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ തമിഴിലുള്ള ഒരു രീതിയാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഓക്കെ, അപ്പൊ കിളിയെ കൊണ്ട് കഥ പറയിപ്പിക്കുന്ന പാട്ട് പറയിപ്പിക്കുന്നതിലൂടെ ഈ അറം പറ്റി പോവുക, നമ്മൾ പറയുന്ന കാര്യങ്ങൾ അറം പറ്റുക എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ ആ ഒരു ഭയത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നു, കവി മുക്തനാവുകയും കാവ്യത്തിനൊരു ശ്രേഷ്ഠത കൈവരികയും ചെയ്യും എന്നുള്ളൊരു അർത്ഥമാണ് കേട്ടോ കിളിയെ കൊണ്ട് പാടിപ്പിക്കുന്ന രീതിക്കുള്ളത്. അപ്പൊ തമിഴിൽ നിന്നാണ് ഈ ഒരു രീതി വന്നിട്ടുള്ളത്. അപ്പൊ അങ്ങനെയാണ് ശ്രീ മഹാഭാരതം കിളിപ്പാട്ട് കേട്ടോ ആരെഴുതുന്നത്, എഴുത്തച്ഛൻ എഴുതുന്നത്. ഓക്കെ,
അപ്പോൾ മഹാഭാരതത്തിലെ വളരെ നിർണായകമായിട്ടുള്ള ഒരു മുഹൂർത്തത്തെ അതിൽ ഭക്തിയോടെയും ധർമ്മബോധത്തോടെയും കൂടെ എഴുതിയിരിക്കുന്ന ഒരു ഭാഗമാണ് നമ്മുടെ പാഠഭാഗം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് അതിൻ്റെ ബേസ് സ്റ്റോറി, അതിൻ്റെ ഒരു ബാക്ക് സ്റ്റോറി എന്ന് പറയുന്നത്. അപ്പോൾ കാവ്യഭാഗത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ്, പാഠഭാഗത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ അറിഞ്ഞിരിക്കണം. എന്താണ് മഹാഭാരതം എന്നുള്ള സിമ്പിളായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ എന്താണ് ഇതിന് പുറകെ നടക്കുന്നത് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. എന്നിട്ടാണ് കഥകൾ അതിമോഹനം എന്ന് പറയുന്ന പാഠഭാഗത്തിൽ നമ്മൾ കടക്കേണ്ടത്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് നമ്മളുടെ പാഠഭാഗം തുടങ്ങുന്നത്? എങ്ങനെയായിരുന്നു തുടങ്ങുന്നത്? പഞ്ചവർണ്ണ പൈങ്കിളി പെൺകിടാവേ തെളിഞ്ഞെഞ്ചവി രണ്ടും കുളിർക്കെ പറകനേ. അപ്പൊ എങ്ങനെയായിരുന്നു പറയുന്നത്? എഴുത്തച്ഛൻ പറയാണ് ആരോട്? പഞ്ചവർണ്ണ പൈങ്കിളി അല്ലെ പെൺകിടാവിനോട് പറയാണ്, അല്ലെ തത്തയോട് പറയാണ്. എന്താ പറയുന്നത്? എന്റെ ചെവി രണ്ടും കുളിർക്കുന്ന രീതിയിൽ നീ മഹാഭാരത കഥ, ബാക്കി കഥ ഇങ്ങ് പറയൂ എന്ന് പറയാണ്. എന്നിട്ട് കുറേ വാഗ്ദാനങ്ങൾ കൊടുക്കുകയാണ് ഈ നല്ല മനോഹരമായിട്ട് പറയാൻ വേണ്ടിയിട്ട്, അല്ലെ. നെഞ്ചം തെളിഞ്ഞ് കുറുക്കിക്കൊഴുത്ത പാൽ പഞ്ചതാരപ്പൊടി കൂട്ടിക്കുഴമ്പാക്കി നല്ല കദളിപ്പഴങ്ങൾ തിരഞ്ഞു ഞാൻ മെല്ലെ തിരുമ്മിയുടച്ചു തേനും വീഴ്ത്തി വെല്ലവും ശർക്കരയും പൊടിച്ചിട്ടതിൽ വെള്ളിത്തളികയിൽ മേലിച്ചു വെവ്വേറെ വെച്ചിരിക്കുന്നതെടുത്ത് ഭുജിച്ചാലും ഇച്ചയാകുന്നത് ദാഹമുണ്ടെങ്കിലോ നീലക്കരിമ്പിന്റെ ചാറും ഇളനീരും പാലും മധുരവും ആവോൾ, അല്ലെ കുടിച്ചാലും ആവോൾ എന്ന് പറയാണ്. അപ്പോൾ പഞ്ചവർണ്ണ പൈങ്കിളി, അല്ലെ തത്തയോട് ഇത്ര മനോഹരമായി അത് ഇഷ്ടമുള്ള പാലും പഴവും കരിമ്പും ജ്യൂസും ചാറും മധുവും, അല്ലെ തേനും ഒക്കെ കൊടുത്തിട്ട് എന്ത് ചെയ്യാണ്, അടുത്ത കഥ ബാക്കി പറയണം, അല്ലെ. അപ്പൊ ഈ ഒരു സിറ്റുവേഷനിലൂടെയാണ് കഥ പോകുന്നത്. ദ്രോണാചാര്യരെ ഏൽപ്പിക്കുന്നു, കർണന്റെ അടുത്ത് ദുര്യോധനൻ പോകുന്നു. അപ്പൊ അതിന്റെ ബാക്കി എന്ത് സംഭവിച്ചു എന്നുള്ള എന്ത് ചെയ്യണം, എഴുത്തച്ഛനെ അറിയണം, അല്ലെ. അപ്പൊ ആരെ കൊണ്ട് പാടിപ്പിക്കുകയാണ്? തത്ത പറയുന്ന രീതിയിൽ ബാക്കി കാര്യങ്ങൾ എഴുതാം. അപ്പൊ തത്തേനെ സുഖിപ്പിക്കുകയാണ്, ഇതൊക്കെ കൊടുത്തിട്ട് ബാക്കി ഇങ്ങ് പറയൂ എന്ന് ആരോട് പറയാണ്? തത്തയോട് പറയാണ്. ഇനി അടുത്ത ഭാഗത്തിൽ എന്ത് ചെയ്യാം, ഒരുപാട് ലെങ്ത് ആയി പോയി ഞങ്ങൾക്ക് കേൾക്കാനും ബുദ്ധിമുട്ടായിരിക്കും, ബോറടിക്കും. അപ്പൊ അടുത്ത ഭാഗത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, എന്തൊക്കെയാണ് തത്ത പറയുന്നത്, എങ്ങനെയാണ് തത്ത ഈ ഒരു മഹാഭാരതത്തിൽ ഈ ഒരു സിറ്റുവേഷനെ വർണ്ണിക്കുന്നത്, അല്ലെ. അങ്ങനെ പാഠഭാഗത്തിന്റെ ബാക്കി എന്ത് ചെയ്യാം, നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കണം. അപ്പൊ ഇത് മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ നിങ്ങൾ മലയാളം ഫസ്റ്റ് എവിടെയും ഞങ്ങൾക്ക് പഠിക്കാനില്ല, യൂട്യൂബിലില്ല, അവിടെയില്ല, ഇവിടെയില്ല എന്നൊന്നും ടെൻഷൻ അടിക്കണ്ട. ഇവിടെ നമ്മൾ സൈലത്തിന്റെ കൂടെ കൃത്യമായ രീതിയിൽ എന്ത് ചെയ്യുന്നു, നിങ്ങൾക്ക് വേണ്ടതൊക്കെ ഇവിടെ നിങ്ങൾക്ക് ലഭ്യമാണ്. അപ്പൊ മലയാളം ഫസ്റ്റ് നമ്മൾ അടിപൊളിയായിട്ട് തന്നെ നമ്മൾ പഠിക്കും. അപ്പൊ ഡോണ്ട് വറി, മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും, അല്ലെ, നമ്മുടെ 2.0 ബാച്ചും ഇങ്ങനെ ഫില്ലായിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും ആരെങ്കിലും ഒക്കെ ജോയിൻ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ നമ്പറിൽ വിളിച്ചോളുക. വേഗം തന്നെ നിങ്ങളുടെ സീറ്റുകൾ ഉറപ്പാക്കുക. അടിപൊളിയായിട്ട് നമ്മുടെ 2.0 ബാച്ച് ഇങ്ങനെ അടിപൊളിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് പേടിയുണ്ടാവും, ഇനി അല്ലെ ക്ലാസ്സുകൾക്ക് തുടങ്ങിപ്പോയല്ലോ, ഞങ്ങൾക്ക് ഇനി ജോയിൻ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയുള്ള ആശങ്കയുണ്ടെങ്കിൽ ക്ലാസ് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ 2.0 ഇപ്പോൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും അടിപൊളിയായിട്ട് തുടക്കം മുതൽ തന്നെ എന്ത് ചെയ്യാം, ശരത്തിൻ്റെ കൂടെ പഠിച്ചു തുടങ്ങാം. അപ്പോൾ വേഗം അഡ്മിഷൻ എടുക്കുക. നമുക്ക് അടിപൊളിയായിട്ട് എന്ത് ചെയ്യുക, എല്ലാ കാര്യങ്ങളും പഠിച്ച് സെറ്റാക്കേണ്ടതുണ്ട്. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടെ കമൻറ്റ് ചെയ്യാം കേട്ടോ. ബൈ.